നമസ്തേ. ജീവനം പരിപാടിയിലേക്ക് സ്വാഗതം. കൊച്ചി ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ ഡയറക്ടറും റീപ്രൊഡക്റ്റീവ് മെഡിസിൻ സീനിയർ കൺസൾട്ടൻറ്റുമായ ഡോക്ടർ നൗഷീൻ അബ്ദു മജീദാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. IVF അഥവാ കൃത്രിമ ഗർഭധാരണത്തെക്കുറിച്ചാണ് ഡോക്ടർ നമ്മളോട് സംസാരിക്കുന്നത്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഇപ്പോൾ IVF എന്ന് പറയുമ്പോൾ പല തെറ്റിദ്ധാരണകളും സംശയങ്ങളും ഒക്കെ കാണും സമൂഹത്തിൽ പൊതുവെ. അതൊക്കെ എന്തൊക്കെയാണ് സാധാരണ പ്രാഥമികമായിട്ട് ഡോക്ടർക്ക് നേരിടേണ്ടി വരുന്ന അത്തരം സംശയങ്ങൾ, ഇല്ലെങ്കിൽ അതൊക്കെ എങ്ങനെ പരിഹരിക്കാൻ പറ്റും? IVFുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. പല പേഷ്യൻസും OPയിൽ വരുമ്പം ചോദിക്കാറുള്ള ഒരു കോമൺ ക്വസ്റ്റ്യനാണ് ഈ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ക്യാൻസർ ഉണ്ടാകാനുള്ള റിസ്ക് ഉണ്ടോ എന്നുള്ളത്. ശരിയാണ്, ഇൻഫെർട്ടിലിറ്റി അനുഭവിക്കുന്ന സ്ത്രീകളിൽ സാധാരണ സ്ത്രീകളെ സംബന്ധിച്ച് ക്യാൻസറിൻ്റെ ഒരു റിസ്ക് ഒരു പൊടിക്ക് കൂടുതലാണ്. അതായത് സാധാരണയായിട്ട് ഒരു 59 സ്ത്രീകളിൽ ഒരാൾക്ക് ക്യാൻസർ, ഓവേറിയൻ ക്യാൻസർ അല്ലെങ്കിൽ യൂട്രൈൻ ക്യാൻസർ വരാനുള്ള റിസ്ക് ഉണ്ടെന്നാണെങ്കിൽ ഇൻഫെർട്ടിലിറ്റി അനുഭവിക്കുന്ന സ്ത്രീകളിൽ ഈ റിസ്ക് 49 ഒരാളായിട്ട് ചെറുതായിട്ടൊന്ന് കൂടുന്നുണ്ട്. പക്ഷേ അത് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിൻ്റെ മെഡിസിൻസോ ഇഞ്ചെക്ഷൻസോ എടുക്കുന്നത് കൊണ്ടുള്ള സൈഡ് എഫക്റ്റ് കൊണ്ടല്ല. അത് ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞ റൂട്ട് കണ്ടീഷൻ കൊണ്ടാണ്. ഏത് മെഡിക്കൽ കണ്ടീഷൻ ആണെങ്കിലും, അതായത് ഇപ്പോൾ പ്രഷർ ആണെങ്കിലും ഷുഗർ ആണെങ്കിലൊക്കെ ലോങ് ടേമിൽ സ്ട്രോക്ക് വരാനും ക്യാൻസർ വരാനൊക്കെ ഉള്ള റിസ്ക് ഉണ്ട്. അതുപോലെ തന്നെ ഒരു മെഡിക്കൽ കണ്ടീഷനാണ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. ഏത് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ആണെങ്കിലും ബോഡിയിൽ ലോങ് ടേം ഉണ്ടാകുമ്പോൾ അത് ക്യാൻസറിനുള്ളൊരു കാരണമാകാം. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുത്താലും എടുത്തില്ലെങ്കിലും ഈ റിസ്ക് നിലനിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇതിനുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ ബോർഡിലാണെങ്കിലും യൂറോപ്യൻ രജിസ്ട്രിയിലാണെങ്കിലും ഒരുപാട് പഠനങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്, വിച്ച് ഓൾ സേസ് ദാറ്റ് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് മെഡിസിൻസ് ഒക്കെ സേഫ് ആണെന്നുള്ളത്. ഡോക്ടർ, ഈ IVF ട്രീറ്റ്മെൻറ്റ് കൊണ്ട് മാത്രം അത്ര വലിയ ക്യാൻസർ പോലുള്ള അത്ര വലിയ റിസ്ക് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ എത്രത്തോളം സേഫാണ്, എത്രത്തോളം സുരക്ഷിതമാണെന്ന് ചോദിക്കാൻ കാര്യം ഈ ഹോർമോൺ ട്രീറ്റ്മെൻറ്റൊക്കെ വരുന്നുണ്ടല്ലോ ഇതിൽ. അപ്പം അത് എങ്ങനെയാണ് നമുക്ക് സേഫായിട്ട്, അത് ഏത് മാനദണ്ഡത്തിലാണ് അത് കണക്കാക്കാൻ പറ്റുന്നത്? അപ്പോൾ ഈ IVFന് വേണ്ടി യൂസ് ചെയ്യുന്ന മെഡിസിൻസൊക്കെ ആക്ച്വലി വർഷങ്ങളോളം ഇതിനെക്കുറിച്ച് സ്റ്റഡികളൊക്കെ നടത്തി ഒരു സ്ട്രിക്റ്റ് രജിസ്ട്രി ബോർഡിൻ്റെ സർട്ടിഫിക്കേഷനൊക്കെ ശേഷമാണ് നമുക്ക് പേഷ്യൻസ് കൊടുക്കുന്ന രീതിയിൽ മാർക്കറ്റിൽ വരുന്നത്. ഇതൊക്കെ മാർക്കറ്റിൽ വന്നതിന് ശേഷവും ഇതിൻ്റെ പിന്നാലെ റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹൗ സേഫ് ഇറ്റ് ഈസ്, ലോങ് ടേം ഡേറ്റ എങ്ങനെയുണ്ട്, ഈ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്ത പേഷ്യൻസിൽ 10 വർഷം കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്, 20 വർഷം കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്, അതിൽ നിന്ന് ജനിക്കുന്ന കുട്ടികൾക്ക് ഹെൽത്ത് എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കുന്ന സ്റ്റഡീസൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. ഇൻഫാക്റ്റ് ഈ ഫസ്റ്റ് IVF ബേബി എന്ന് പറഞ്ഞ് ലൂയി ബ്രൗൺ ജനിച്ചിട്ട് ഇപ്പോൾ നൗ ഷീസ് അറൗണ്ട് 45-46 ഇയേഴ്സ്. പുള്ളിക്കാരിക്ക് തന്നെ നാച്ചുറലി ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ലോങ് ടേം ഡേറ്റ വെച്ചിട്ട് ഇത് വളരെ സേഫായിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ ഇതിൻ്റെ കംഫർട്ട് എന്ന് ആലോചിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ യൂഷ്വലി IVFൻ്റെ മെഡിസിൻസൊക്കെ ഒരു പീരീഡിൻ്റെ 2nd അല്ലെങ്കിൽ 3rd ഡേ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം ഒരു 8-9 ദിവസത്തെ ഇഞ്ചക്ഷന് ശേഷം ആണ് നമ്മൾ എഗ്ഗ് ഒരു സെഡേഷനിൽ പിക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇഞ്ചക്ഷൻസൊക്കെ പണ്ട് കാലത്തെ ഇഞ്ചക്ഷൻസൊക്കെ വളരെ പെയിൻഫുൾ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ പല പല പ്യൂരിഫിക്കേഷൻ മെത്തേഡും റീകോമ്പിനൻ്റ് ഇഞ്ചക്ഷൻസിൻ്റെ ഒക്കെ യൂസ് കൊണ്ട് ഇതൊരു സാധാരണ നമ്മൾ ഷുഗർ പേഷ്യൻസൊക്കെ ഇൻസുലിൻ എടുക്കില്ലേ, ആ ഒരു ടൈപ്പ് ഇഞ്ചക്ഷൻ അത്രയും തിൻ നീഡിലായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് ഒട്ടും അത്രയും പെയിൻഫുൾ ആയിട്ട് ആ മുമ്പത്തെ ആ പ്രോസസ്സ് പോലെ ഒരു പെയിൻഫുൾ പ്രോസസ്സ് അല്ല ഇപ്പോഴത്തെ IVF ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ദമ്പതികൾ ഈ ട്രീറ്റ്മെൻറ്റിന് വരേണ്ടത് എത്രയൊരു കാലയളവിന് ശേഷമാണ്? അതായത് വിവാഹം കഴിഞ്ഞ് എത്ര കാലയളവിന് ശേഷമായിരിക്കും വരേണ്ടത്? അല്ലെങ്കിൽ ഇത് പ്രായമായവർക്ക് മാത്രമാണോ ഇത് സജസ്റ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് അതിൻ്റെ ഒരു പീരിയഡ് നമ്മൾ കണക്കാക്കുന്നത്? അതായത് ഇപ്പോൾ ആദ്യകാലത്തൊക്കെ IVF എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ട്യൂബ് ഫങ്ഷനിങ് അല്ലാത്ത സ്ത്രീകൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കാലക്രമേണ അതിൻ്റെ റിസൾട്ട്സുകളുടെ ആ ബെനിഫിറ്റ് നമ്മൾ ബാക്കി പല കണ്ടീഷനിലും വേണ്ടി നമ്മൾ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് ഇപ്പോൾ നേരത്തെ ചോദിച്ചല്ലോ ഒരു റെലവൻറ്റ് ക്വസ്റ്റ്യൻ, അതായത് എപ്പം മുതലാണ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ ഡോക്ടറെ കാണാൻ വരണ്ടേന്നുള്ളത്. കല്യാണം കഴിഞ്ഞ് അല്ലെങ്കിൽ പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 1 ഇയറോളം റെഗുലറായിട്ട് ട്രൈ ചെയ്തിട്ടും പ്രഗ്നൻസി ആകാത്ത ഒരു കപ്പിളാണ് ശരിക്കും പറഞ്ഞ് ഡോക്ടറിൻ്റെ അടുത്ത് ഒരു ഹെൽപ്പിന് വേണ്ടി വരേണ്ടത്. അത് പക്ഷേ ചില മെഡിക്കൽ കണ്ടീഷൻ, അതായത് പീരീഡ് ഭയങ്കര പെയിൻഫുൾ പീരീഡ് ഉള്ള സ്ത്രീകൾ, അല്ലെങ്കിൽ ഇറഗുലർ പീരീഡ് ഉള്ള സ്ത്രീകൾ, അല്ലെങ്കിൽ ഓൾറെഡി ഒരു മെഡിക്കൽ കണ്ടീഷൻ ഉള്ള സ്ത്രീകൾ, അല്ലെങ്കിൽ പുരുഷന്മാരിലാണെന്നാണെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പുരുഷന്മാർ, ഇവരൊക്കെ ഈ ഒരു 1 ഇയർ കാലഘട്ടം വരെ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ആവശ്യമില്ല. ബിക്കോസ് അത് കാലം കഴിയുന്തോറും ചിലപ്പോൾ അവരുടെ ഫെർട്ടിലിറ്റി പൊട്ടൻഷ്യൽ ഫെർദർ കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കപ്പിൾസിന് ഒരു 6 മാസത്തോളം ട്രൈ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു 4-5 മാസത്തോളം ട്രൈ ചെയ്തതിന് ശേഷം പറ്റുന്നില്ലെങ്കിൽ ഡോക്ടറെ കാണാൻ വരുന്നതായിരിക്കും അവർക്ക് ഏറ്റവും ഒരു ഒപ്റ്റിമം റിസൾട്ട്സ് തരാൻ നല്ലത്. ഡോക്ടർ, നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഈ IVF ചെയ്യുന്നതിന്
വിവാഹിതരായിരിക്കണമെന്നുണ്ടോ? അതോ അവിവാഹിതർക്കും ചെയ്യാൻ സാധിക്കുമോ? അങ്ങനെ ഓക്കെ, നമ്മുടെ ഇന്ത്യയിൽ ആക്ച്വലി ഏത് സ്ത്രീക്കാണെന്നാണെങ്കിലും IVF ട്രീറ്റ്മെൻറ്റ് എടുക്കാവുന്നതാണ്. ആസ് പെർ ART ലോ 2021 ആക്ട് പ്രകാരം മാരീഡ് ആണെങ്കിലും അൺമാരീഡ് ആണെങ്കിലും സിംഗിൾ ആണെങ്കിലും ഇനി ഡിവോഴ്സി ആണെങ്കിലും ഒക്കെ നമുക്ക് IVF ട്രീറ്റ്മെൻറ്റ് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഇന്ത്യയിൽ ആ കാര്യത്തിൽ കുറച്ചുകൂടെ ലിബറലാണ് ഈ ഒരു ലോ. അപ്പോൾ ഈ IVF ചെയ്യാനായിട്ട് ആലോചിക്കുന്ന ദമ്പതിമാർക്ക് ചില കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാകും. ഏതായിരിക്കും നല്ല സെൻറ്റർ, ഏത് സെൻറ്റർ ചൂസ് ചെയ്യണം എന്നൊക്കെയുള്ള, അതിലെന്താണ് സജഷൻ തരാനുള്ളത്? വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണത്. പല ആളുകളും ഒരു സെൻറ്റർ ചൂസ് ചെയ്യുന്ന സമയത്ത് രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. ഒന്ന്, വീടിൻ്റെ അടുത്ത് ഏറ്റവും അടുത്തുള്ള ഒരു സെൻറ്റർ ഏതാണെന്ന്. പിന്നെ രണ്ടാമത് അവർ നോക്കുന്ന ഒരു ഫാക്ടർ പ്രൈസ് പോയിൻറ്റ്, കോസ്റ്റ് ഫാക്ടറാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ റിസൾട്ട് ഓറിയൻറ്റഡായി ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ 2-3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, ആ സെൻറ്ററിൻ്റെ സക്സസ് റേറ്റ്. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സെൻറ്റർ ആണെങ്കിലും നമ്മൾക്ക് നല്ല സക്സസ് റേറ്റ് ഉള്ള ഒരു സെൻറ്റർ അല്ലെങ്കിൽ നമ്മൾ അവിടെ കൊണ്ടുപോയി ചെയ്യുന്നതിൽ കാര്യമില്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നതാണ് അവിടുത്തെ വെൽ എക്സ്പീരിയൻസ്ഡ് ഡോക്ടേഴ്സ് ആണോ ഉള്ളത് എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ വെൽ എക്യുപ്ഡ് ആൻഡ് വെൽ മെയിൻറ്റെയിൻഡ് ലാബ് ആണോ എന്നുള്ളൊരു ഫാക്ടർ. പല ആളുകൾക്കും ഈ നല്ല ഒരു വെൽ മെയിൻറ്റെയിൻഡ് ലാബിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് അറിയില്ല. ഇപ്പോൾ എത്ര നല്ല ഡോക്ടറാണെങ്കിലും വെൽ മെയിൻറ്റെയിൻഡും എക്സ്പീരിയൻസ്ഡും ആയിട്ടുള്ള ഒരു എംബ്രിയോളജിസ്റ്റും ലാബും ഇല്ലെങ്കിൽ നമ്മൾ കൾച്ചർ ചെയ്യുന്ന എംബ്രിയോസ് അവിടെയാണ് വളരുന്നത്. നമുക്ക് ഉദ്ദേശിച്ച പ്രഗ്നൻസി റേറ്റ് കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇഞ്ചെക്ഷൻസിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും. IVF പ്രൊസീജിയറിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരുമാതിരി എല്ലാ സെൻറ്റേഴ്സിലും സെയിം ആണ്. വ്യത്യാസം എന്ന് പറയുന്നത് ഇഞ്ചെക്ഷൻസിൻ്റെ കോസ്റ്റാണ്. ഇഞ്ചെക്ഷൻസിൻ്റെ കോസ്റ്റ് വേരീസ് ഫ്രം ക്വാളിറ്റി ആൻഡ് ദ ക്വാണ്ടിറ്റി. അതായത് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇഞ്ചെക്ഷൻസിൻ്റെ ക്വാളിറ്റി കുറവാണെങ്കിൽ അതനുസരിച്ച് പേഷ്യൻസിന് അതിൻ്റെ ഡിസ്കംഫർട്ടും പെയിനും അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന എഗ്ഗിൻ്റെ നമ്പറിലുള്ള ക്വാളിറ്റി വ്യത്യാസവും അതുപോലെ എംബ്രിയോയുടെ ക്വാളിറ്റി സക്സസ് റേറ്റൊക്കെ വ്യത്യാസം വരും. സോ ചൂസിങ് ഗുഡ് ക്വാളിറ്റി ഇഞ്ചെക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഗിവിങ് ഒപ്റ്റിമം റിസൾട്ട്. അതുപോലെ തന്നെ ക്വാണ്ടിറ്റിയും നമ്മുടെ ഈ പ്രൈസ് ഫാക്ടറിന് ഒരുപാട് റിലേറ്റഡ് ആണ്. ഇപ്പോൾ പലപ്പോഴും ഈ ക്വാണ്ടിറ്റി ഓഫ് ഇഞ്ചെക്ഷൻ ഡിസൈഡ് ചെയ്യുന്നത് പേഷ്യൻറ്റിൻ്റെ ബോഡി വെയ്റ്റ്, ഇതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള റെസ്പോൺസ്, പിന്നെ ഓവറോൾ മെഡിക്കൽ കണ്ടീഷൻ, അങ്ങനെയുള്ള പല ഫാക്ടേഴ്സ് വെച്ചിട്ടാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഫാക്ടർ നമുക്ക് നമ്മുടെ കൺട്രോളിലില്ലെങ്കിലും ആദ്യത്തെ ഫാക്ടറായിട്ടുള്ള ബോഡി വെയ്റ്റ് കറക്റ്റായിട്ട് BMI നോർമലാക്കി വെക്കുന്നത് ഒരുപാട് കോസ്റ്റ് നമുക്ക് കട്ട് ചെയ്യാനും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അതിൻ്റെ റിസൾട്ട് കിട്ടാനും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ തീർച്ചയായും IVFന് വരുന്ന ദമ്പതികൾ തീർച്ചയായും എന്തൊക്കെയായാലും കുറച്ച് ടെൻഷൻസും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് പരിഹരിക്കാനുള്ള കൗൺസിലിങ് മറ്റ് സംവിധാനങ്ങളൊക്കെ ഈ ഹോസ്പിറ്റലിൽ ഉണ്ടാവുമല്ലോ അല്ലേ? ഡെഫിനറ്റ്ലി. ഇൻഫാക്റ്റ് ART റൂള് പ്രകാരം എല്ലാ സെൻറ്ററിലും ഒരു കൗൺസിലർ ഉണ്ടായിരിക്കണം എന്നുള്ളത് മസ്റ്റാണ്. കാരണം ഇതെത്രയൊക്കെ നമ്മൾ ഇപ്പോൾ കപ്പിൾ തമ്മിലുള്ള ഒരു ഇൻറ്റിമസി ഉണ്ടെങ്കിലും എന്താണെങ്കിലും സ്ട്രെസ് എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഇന്നെവിറ്റബിൾ ആണ്. നമ്മൾ എത്രത്തോളം കാം യുവർ മൈൻഡ് എന്ന് പറയുന്നു അത്രത്തോളം അത് കൂടുതൽ ടെൻഷനിലേക്ക് അൺവയർഡായി പോവുകയുള്ളൂ. സോ കൗൺസിലറിൻ്റെ ഒരു ഹെൽപ്പ് വളരെ പാരമൗണ്ട് ഇമ്പോർട്ടൻസ് ആണ്. ഇൻഫാക്റ്റ് നമ്മളോട് എല്ലാ പേഷ്യൻ്റെ അടുത്തും കൗൺസിലർ മീറ്റ് ചെയ്യാനും മെഡിറ്റേഷൻ, സ്ട്രെസ് റിലീഫ് ടെക്നീക്സ് ആൻഡ് ദെൻ ഡയറ്റ് മോഡിഫിക്കേഷനൊക്കെ എല്ലാ പേഷ്യൻസിനും ഓഫർ ചെയ്യുന്ന ഒരു കാര്യമാണ്. IVFുമായി ബന്ധപ്പെട്ട് ഇത്രയും വിവരങ്ങൾ പങ്കുവച്ചതിന് നന്ദി. താങ്ക് യു സോ മച്ച്.